എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതൊന്നുമല്ല. അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെട്ട വ്യക്തി പൊന്നാനിയിൽ മത്സരിച്ചു. അപ്പോൾ സുന്നി നേതാക്കന്മാരിൽപ്പെട്ട പല ആളുകളും എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞത് നേരാ, അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു പ്രസംഗം നടത്തണം. ഞാൻ പറഞ്ഞേ അത് കഴിഞ്ഞു, ഞാൻ പറയില്ല. സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ കപടമുഖം തുറന്നുകാട്ടി റഹ്മത്തുള്ള കാസിമി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിനും പാരമ്പര്യത്തിനും വിരുദ്ധമായി അടുത്ത കാലത്ത് സംഘടനയിൽ രൂപം കൊണ്ട മുസ്ലിം ലീഗ് വിരുദ്ധ ചേരിയുടെ കപടമുഖം വ്യക്തമാക്കി റഹ്മത്തുള്ള കാസിമി മൂത്തേടത്തിന്റെ തുറന്നു പറച്ചിൽ വൈറലാകും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പൊന്നാനിയിൽ മത്സരിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസ്സമദ് സമദാനിക്കെതിരെ പ്രസംഗിക്കാൻ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയിലെ പല ഉന്നതരും തന്നെ നിർബന്ധിച്ചെന്നാണ് കാസിമി തുറന്നടിക്കുന്നത്. ഈ ആവശ്യവുമായി പല നേതാക്കളും നിരവധി തവണ തന്നെ വന്ന് കണ്ടുവെന്നും അവർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടതിന് കയ്യും കണക്കുമില്ലെന്നും കാസിമി പറയുന്നു. വേഗം കേട്ടിട്ട് വേഗം മറക്കാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗമധ്യേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രഭാഷണങ്ങളിൽ വഹാബിയത്ത് അധികരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർ സ്വാഭാവികമായി വഹാബിയത്തിലേക്ക് വീണുപോവുകയും ചെയ്യുന്നുണ്ട് എന്ന രൂപത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അന്ന് കേരളത്തിലെ സുന്നി സംഘടനകളിൽപ്പെട്ട നേതാക്കന്മാരും ഉന്നതന്മാരും മുഴുവനും എന്നെ വിമർശിക്കുകയും ഒരു വലിയ കോലാഹലം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു. എൻ്റെ ഭാഷയിൽ വന്ന അബദ്ധങ്ങളൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞു. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല, അബദ്ധങ്ങൾ തന്നെയാണ്. അങ്ങനെ വലിയ വലിയ ഉന്നതന്മാരായ സുന്നി നേതാക്കന്മാർ പലരും എന്നെ ആക്ഷേപിച്ചു. ഭയങ്കര മോശമായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ശംസുല്ലമ പോലും അദ്ദേഹത്തെ പ്രശംസിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ തോളിൽ ശംസുല്ലമ പിടിച്ച് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞു. വലിയ വലിയ പ്രഭാഷണങ്ങൾ നടത്തി. അതൊക്കെ പരിശോധിച്ചാൽ ഇപ്പോഴും കിട്ടും. ഞാൻ എൻ്റെ ഒന്നും പിന്നാലെ ഓടല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അതൊന്നുമല്ല. അതിനുശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ ഈ പറയപ്പെട്ട വ്യക്തി പൊന്നാനിയിൽ മത്സരിച്ചു. അപ്പോൾ സുന്നി നേതാക്കന്മാരിൽപ്പെട്ട പല ആളുകളും എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളാ പറഞ്ഞത് നേരാ, അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു പ്രസംഗം നടത്തണം. ഞാൻ പറഞ്ഞേ അത് കഴിഞ്ഞു, ഞാൻ പറയില്ല. എനിക്ക് അയാളെ തോൽപ്പിക്കണമെന്ന് ലക്ഷ്യം ഇല്ല. തെരഞ്ഞെടുപ്പ് തോൽപ്പിക്കാൻ എൻ്റെ ലക്ഷ്യമില്ല. എൻ്റെ ലക്ഷ്യം ജനങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന് മാത്രമാണ്. ഈ പറയുന്ന നേതാക്കന്മാർ വലിയ ലക്ഷ്യം പല വട്ടം എൻ്റെ അടുത്ത് വന്നു എന്ന് മാത്രമല്ല, എത്ര വട്ടമാണ് ഇവൻ എനിക്ക് ഫോൺ ചെയ്തതിന് കയ്യും കണക്കുമില്ല. എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയൂ? എന്തവരുടെ ലക്ഷ്യം? ഇവരുടെ ലക്ഷ്യം ദീനല്ല, ജനങ്ങളെ നിസ്സാരപ്പെടുത്തൽ മാത്രം. ഞാനൊരു വാക്ക് മിണ്ടിയില്ല. എന്തുകൊണ്ട്? അയാൾ പാർലമെന്റിൽ പോകുന്നതെന്ന് എനിക്കെന്താ ഇഷ്ടം? ഇനിയിപ്പോൾ വലിയ മൗലൂദ് ഓതണ സുന്നി പോയാലും അതന്നെയല്ലേ ചെയ്യാറുള്ളൂ. സുന്നിക്ക് പാർലമെന്റ് പോയ മൗലൂദ് ഓതാണ്ടോ? അപ്പൊ എന്തവരെ ലക്ഷ്യം? നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മയിലൊന്നും ഹൈറില്ല. എല്ലാവരുടെ ലക്ഷ്യം സ്വതാല്പര്യങ്ങളാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കേൾക്കാൻ സുഖമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് സത്യമാണ്. നട്ടപ്പാതിരൊക്കെ പലരും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്. നിങ്ങൾ അയാൾക്കെതിരെ പ്രസംഗിക്കണം. എന്തുകൊണ്ട്? അയാളെ തോൽപ്പിക്കൽ. എനിക്കെന്താ കാര്യം? ഒരാൾ നന്മ പറയാൻ വേണ്ടി പാർലമെന്റിൽ എത്തിയല്ല നല്ലത്? അൽഹംദുലില്ലാഹ്, നല്ലതല്ലേ. എന്താ പ്രശ്നം? സമദാനിയെ തോൽപ്പിക്കാൻ തന്നെ കരുവാക്കാൻ ഇവർ ശ്രമിച്ചുവെന്നാണ് കാസിമി ആരോപിക്കുന്നത്. എന്നാൽ ഈ ആവശ്യം താൻ ചെവികൊണ്ടില്ലെന്നും സമദാനിയെ ഇലക്ഷനിൽ തോൽപ്പിക്കൽ തന്റെ പണിയല്ലെന്നും മൗലൂദ് ഓതാനല്ല പാർലമെന്റിൽ പോകുന്നതെന്നും കാസിമി തന്നെ പറയുമ്പോൾ കനത്ത പ്രഹരമാണ് ഷജറ ക്യാമ്പിനേറ്റിരിക്കുന്നത്. ഇവരുടെ ലക്ഷ്യം ആത്മാർത്ഥമല്ലെന്നും ഇത്തരം കൂട്ടായ്മകളിൽ ഖൈറില്ലെന്നും കൂടി കാസിമി പറഞ്ഞു വെക്കും. സമസ്ത അതിന്റെ പാരമ്പര്യ വഴിയിൽ തന്നെ മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന മൃഗീയ ഭൂരിപക്ഷം സമസ്തക്കാരുടെയും വികാരമാണ് ശരിയെന്നും പുത്തൻ കൂറ്റുകാർ നിക്ഷിപ്ത താല്പര്യക്കാരാണെന്നും ഒരിക്കൽ കൂടി ബോധ്യമാവുകയാണ് കാസിമിയുടെ ഈ തുറന്നു പറച്ചിലൂടെ. ഷജറകളുടെ രാഷ്ട്രീയ ഒളിയ ചെണ്ടകളാണ് ഈ പ്രസംഗത്തിലൂടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പൊന്നാനിയിലും മലപ്പുറത്തും ലീഗ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഷജറകൾ കിണഞ്ഞു പരിശ്രമിക്കുകയും സമസ്തയുടെ ലേബൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു. പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി KS ഹംസ
90% സമസ്ത വോട്ടുകളും തനിക്കായിരിക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ട്രോളായിരുന്നു. പക്ഷേ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ഏതായാലും പുതിയ വെളിപ്പെടുത്തലോടുകൂടി ഷജറ ക്യാമ്പ് ഇനിയും ഖാസിമിയെ കൊള്ളുമോ അതോ തള്ളുമോ? കാത്തിരുന്ന് കാണേണ്ടതാണ്.